നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11. നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വേഴ്സ് 11 and 12, 11-12 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത് പ്രധാനമായിട്ട് അതിൻ്റെ 8-ാമത്തെ വാക്യം മുതലുള്ള ഭാഗമാണ്. ആ 8 മുതലുള്ള വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടില്ലാത്തൊരു പെട്ടെന്ന് നോട്ട് ചെയ്യുക. 8-ാമത്തെ വാക്യത്തിൽ അവിടെ പ്രധാനമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാമിൻ്റെയും സാറയുടെയും വിശ്വാസമാണ് പ്രധാന പ്രതിപാദ്യ വിഷയം. അതിൽ വേഴ്സ് 8, 8-ാമത്തെ വാക്യം അബ്രഹാമിനെ കുറിച്ച് ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ അനുസരണമുണ്ടായിരുന്നു, ഒബീഡിയൻറ്റ് ഫെയ്ത്ത് ആയിരുന്നു. അതിൻ്റെ 9-10 വാക്യം നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് അത് എൻഡ്യൂറിങ് ഫെയ്ത്ത്, നിലനിൽക്കുന്ന വിശ്വാസമായിരുന്നു, നിലനിൽക്കുന്ന വിശ്വാസമായിരുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായിത്തീർന്നത്, എൻഡ്യൂറിങ് ഫെയ്ത്ത്. 3-ാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ലൈഫ് ഗിവിങ് ഫെയ്ത്ത്, ജീവൻ കൊടുക്കുന്ന വിശ്വാസം. വേഴ്സ് 11 and 12, 11-12 വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചത്. വേഴ്സ് 11 and 12. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് പ്രധാനമായിട്ട് 11-12 വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ലൈഫ് ഗിവിങ് ഫെയ്ത്ത്. നോട്ട് ചെയ്താട്ട് ഹെഡിങ്. പ്രധാനമായിട്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ ഇവിടെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നത്. വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്നാൽ ആ വീരന്മാരുടെ പട്ടികയിൽ ചില സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് 11-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആദ്യമായിട്ടൊരു സ്ത്രീയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗത്തിലാണ് ഇന്ന് രാത്രി നമ്മൾ നിൽക്കുവാൻ പോകുന്നത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ 11-12 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. അവിടെ നമ്മൾ കാണുന്നത് സാറയുടെ വിശ്വാസം സാറയുടെ ജീവിതത്തിന്മേൽ ഒരനുഗ്രഹമാണ് കൊടുത്തത്. പുത്രോത്പാദനത്തിന് ശക്തിയില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ആ സാറ ശക്തിപ്പെടുവാനിടയായിത്തീർന്നു. സാറയ്ക്ക് ദൈവം ശക്തി കൊടുത്തു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നു അതിൻ്റെ ഡീപ്പായിരിക്കുന്ന വിഷയങ്ങൾ എന്നുള്ളത്. എന്നാൽ അതിൻ്റെ അടുത്ത വേർഡ് ഇപ്രകാരം പറയുന്നുണ്ട്. ആ താഴത്തെ വേർഡ് 12-ാമത്തെ വാക്യം തുടക്കത്തിൽ പറയുന്നത് അതുകൊണ്ട് ഒരുവന്. അതുകൊണ്ട് എന്നുള്ള വാക്യം ഞാൻ ഇന്ന് രാത്രിയിൽ ആദ്യമായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 11-ാമത്തെ വാക്യം വെളിപ്പെടുത്തുന്നത് സാറയെക്കുറിച്ചാണ്. സാറയ്ക്ക് കഴിവില്ല, ഒരു കുഞ്ഞ് ജനിക്കുവാൻ കഴിവില്ല. സാറയുടെ തുടക്കത്തിനെ നമുക്കറിയാം. സാറയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് സാറയ്ക്ക് മക്കളുണ്ടാകുന്നില്ല. അതിനുശേഷമായിട്ട് സാറയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഏതാണ്ട് 90-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന സാറയ്ക്ക് സ്ത്രീകളുടെ പതിവ് വരെ നിന്നുപോയ സ്ഥാനത്ത്, ഈ സ്ഥാനത്താണ് ദൈവം സാറയോട് കൽപ്പിക്കുന്ന, അബ്രഹാമിനോട് അരുളി ചെയ്യുന്നത്: സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞ് ലഭിക്കുവാനിടയായിത്തീരും. എന്ത് സംഭവിച്ചു? ഈ വാക്ക് സാറ ഏറ്റെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. സാറ ഇത് ഏറ്റെടുത്തു. വിശ്വാസ വീരന്മാരായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ സ്വന്തം ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വേദപുസ്തകം അതിൻ്റെ ഉള്ള അവസ്ഥയിൽ നെഗറ്റീവായിരിക്കുന്ന ആസ്പെക്റ്റ് വെളിപ്പെടുത്താതെ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ പലപ്പോഴും നമുക്കൊരു ചിന്ത വന്നതിനെയും എനിക്ക് അങ്ങനെ ജീവിക്കുവാൻ പറ്റുമോ? വേദപുസ്തകത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. നെഗറ്റീവായിരിക്കുന്ന നമുക്ക് ഇവർക്ക് ഇങ്ങനെ നെഗറ്റീവായിരുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വാക്കിൽ കൂടെ നമ്മൾ കാണുവാൻ ഇടയായിത്തീരുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, അബ്രഹാമിനോടാണ് ദൈവം ആദ്യമായിട്ട് കൽപ്പിക്കുന്നത്: ഞാൻ നിനക്ക് ഒരു കുഞ്ഞിനെ തരും. 17-ാം അധ്യായം നമ്മൾ കടന്നു പോകുന്നുണ്ട് ആ വാക്യത്തിലേക്ക്. ഉൽപ്പത്തി 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്,
ഇനി ഞാൻ ഒരു സമയത്തേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഭാര്യയാകുന്ന സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞ് ജനിക്കുവാനിടയായി തരും. അവന് നീ ഇസ്ഹാക്ക് എന്ന് പേർ വിളിക്കണം. ദൈവം വ്യക്തമായിട്ട് അബ്രഹാമിനോട് കൽപ്പിച്ചു, സാറയിൽ നിനക്കൊരു കുഞ്ഞുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാം ആ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ സാറയുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റെപ്പല്ല. സാറ വിശ്വാസിനി ആയിരുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന ഈ പെർട്ടിക്കുലർ വാഗ്ദത്തം നിറവേറ്റപ്പെടുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തിനോ സാറ ഉടമയായിരുന്നുവെന്ന് കാണുവാൻ സാധിക്കും. കാരണം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗപ്രകാരമാണ് ദൈവം അബ്രഹാമിനോട് വീണ്ടും കൽപ്പിക്കുന്നു, കൂടാരവാതിൽക്കൽ വെച്ച് പറയുന്നു, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേനോ, അവിടെയാണ് ദൈവം എക്സാക്ട്ലി ഒരു ടൈം കൊടുത്തത്. ഈ സമയമാകുമ്പോഴത്തേനോ സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ഈ വാക്ക് ദൈവം കൽപ്പിക്കുന്നു. ആ സമയത്ത് സാറ ഉള്ളിൽ നിന്ന് ചിരിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഉടനെ തന്നെ സാറയോട് ചോദിക്കുകയാണ്, നീ എന്തിനു ചിരിക്കുന്നു? എന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞൊരു വേർഡുണ്ട്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു. കുഞ്ഞ് ജനിക്കുമെന്ന് അബ്രഹാമിന് പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണമായിരുന്നു അബ്രഹാമും തൻ്റെതായിരിക്കുന്ന ആദ്യത്തെ മകനാകുന്ന ഇസ്മായിലും കൂടെ ഒരുമിച്ച് കൂടി പരിച്ഛേദനയുള്ള കർമ്മം ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ ആ പർട്ടിക്കുലർ സമയത്തും ഇത് നടക്കുമോ എന്ന് വിശ്വാസമില്ലാതിരുന്ന ഒരു സാറയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതാണ് സാറയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനിടയായിത്തീർന്നത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്ന ആ സമയത്ത് അതിൻ്റെ പ്രത്യാഘാതം നമ്മളെ അവിടെ ഒന്നും കാണുന്നില്ല എങ്കിൽ തന്നെയും ഭാവിയിൽ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം വിശ്വാസവീരന്മാരുടെ പട്ടികയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുവാനിടയായിത്തീർന്നു. ഒരു വലിയ മാറ്റം സാറയുടെ ജീവിതത്തിൽ കടന്നു വന്നു. സാറയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഈ വാക്കിൽ നിന്നുകൊണ്ട് ഞാൻ 12-ാമത്തെ വാക്യം ഒന്ന് വ്യാഖ്യാനിക്കട്ടെ. അവിടെ പറയുന്നു, അതുകൊണ്ട് ഒരുവന്. 11-ാമത്തെ വാക്യം സാറയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ട് 12-ാമത്തെ വാക്യം വെളിപ്പെടുത്തുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. 11-ാമത്തെ വാക്യം സാറയെക്കുറിച്ചാണ് പറയുന്നത്. 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ വിഷയം സാറയല്ല, അബ്രഹാമാണ് വിഷയം. അതുകൊണ്ട് ഒരുവന്. ഏതുകൊണ്ട് ഒരുവന്? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു, അബ്രഹാമേ, നിന്റെ ഭാര്യയാകുന്ന സാറയിൽ നിന്ന് നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കുവാനിടയായി തരും. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എന്ത് ആവശ്യമായിരുന്നു? എന്തുകൊണ്ട് ദൈവം സാറയിൽ ഇടപെടുവാനായിട്ടിടയായി തീർന്നു? ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാകയാൽ ഈ കുടുംബജീവിതത്തിൽ അവരുടെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് അവരുടെ കുടുംബത്തിന്മേൽ കടന്നു വരുന്നത്. ദൈവം ആ കുടുംബത്തിനാണ് വാഗ്ദത്തം കൊടുക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ മാത്രമല്ല ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവർ കുടുംബമായി അനുഗ്രഹിക്കപ്പെട്ടതായതുകൊണ്ട് ഈ സാറയുടെ ജീവിതത്തിലും അവിശ്വാസത്തിൽ കാണിക്കുന്ന കാഴ്ചപ്പാടുകൾ മാറ്റപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, സാറ വിശ്വസിച്ചു. സാറ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു, അതുകൊണ്ട് ഒരുവന്. മൃതപ്രായവനായവന് തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തരത്തെ മണൽ പോലെയും സന്തതി ജനിക്കുവാനായിട്ടിടയായിത്തീർന്നു. ശ്രദ്ധിക്കണം ആ വേർഡ്. ദൈവം ഒരു കുടുംബത്തിൽ ഒരു വാഗ്ദത്തം തന്നിരിക്കുമ്പോൾ ആ വാഗ്ദത്തം നിറവേറ്റപ്പെടണമെങ്കിൽ ആ കുടുംബത്തിൽ ഉള്ളവർക്ക് ആ വാഗ്ദത്തത്തെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് രാത്രി ഞാൻ പ്രധാനമായിട്ട് ചിന്തിപ്പിക്കുവാൻ പോകുന്ന ഭാഗമെന്ന് പറയുന്നത് സാറയുടേതായിരിക്കുന്ന ഒരു ബന്ധം. എന്തായിരുന്നു സാറയ്ക്ക് എന്തായിരുന്നു അതിൻ്റെ ഒറിജിനൽ അവസ്ഥ എന്താണെന്നും എങ്ങനെയാണ് സാറ അബ്രഹാമുമായിട്ട് കോപ്പറേറ്റ് ചെയ്തതെന്നും എന്തുകൊണ്ട് സാറ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീർന്നു. ആദ്യത്തെ വേർഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരുവന്. ഏതുകൊണ്ട്? വിശ്വാസം ജീവിതത്തിലേക്ക് വെളിപ്പെടണമെങ്കിൽ, വാഗ്ദത്തം ജീവിതത്തിൽ നിറവേറ്റപ്പെടണമെങ്കിൽ
ആ വാഗ്ദത്തം ലഭിച്ചത് അവർ പരിപൂർണമായിട്ട് വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കുടുംബജീവിതത്തിലേക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതത്തിൻ്റെ ഒരു വ്യക്തി മാത്രമല്ല അത് വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടത്. ആ കുടുംബജീവിതം മൊത്തമായിട്ട് അത് വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസം ഇല്ല എങ്കിൽ വിശ്വസിപ്പിക്കുവാനുള്ള ഒരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരുന്നതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഇവിടെ ഈ ഭാഗം ഒന്ന് പോയിന്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭൗതിക നന്മ ആയിക്കൊള്ളട്ടെ, ജഡികമായിരിക്കുന്ന നന്മകളായിക്കൊള്ളട്ടെ, ആത്മീയ നന്മകളായിക്കൊള്ളട്ടെ, കുടുംബപരമായിട്ട് ദൈവം ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉത്തരവാദിത്വം നമുക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു വ്യക്തി മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ വാഗ്ദത്തം നിറവേറ്റപ്പെടുവാൻ സാധ്യമല്ല. സാറയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി സാറ പ്രവർത്തിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിക്കുവാൻ സാറയ്ക്ക് സാധ്യമായി തീർന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുവാനിടയായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പർട്ടിക്കുലർ സമയത്ത് സാറയുടെ അവസ്ഥ എന്ന് പറയുന്നത് തനിക്ക് ഓൾറെഡി തന്നെക്കുറിച്ച് ഒന്ന് വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവൾ മച്ചിയായിരുന്നു, അവൾക്ക് മക്കളില്ല എന്ന് വെളിപ്പെടുത്തി. മക്കളില്ലാത്തൊരു സ്ത്രീക്ക് ഇപ്പോഴത്തെ അവസ്ഥ 90-ാമത്തെ വയസ്സിൽ താൻ ആയിരിക്കുമ്പോൾ സാറ തന്നെ ഇപ്രകാരം പറയുകയാണ്, സ്ത്രീകൾക്കുള്ള കാണിക്കുന്ന മുറ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇനിയും എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുമോ? ഇനിയും എനിക്ക് ഒരു ഗർഭം ധരിക്കുവാൻ സാധിക്കുമോ? വാസ്തവത്തിൽ അവളുടെ ജീവിതത്തിൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് പറയുവാൻ ഇടയായിത്തീർന്നത്. ഓൾറെഡി ഒരു പേര് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഇതിൻ്റെ കാണിക്കുന്ന യാതൊരു നന്മകളും ഒരനുഗ്രഹങ്ങളും സാറയുടെ ജീവിതത്തിൽ കാണുന്നില്ല. ഈ 25 വർഷങ്ങളായിട്ട് നന്മകൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ നിൽക്കുന്ന ഈ 90-ാമത്തെ വയസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് തൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തി താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിൽ കൂടെ സാറയോട് പറയുവാൻ ഇടയായിത്തീർന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചൊരു വിഷയമായിരുന്നു സാറയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരൊറ്റ ഇടപെടൽ. ദൈവം ഒരു വേർഡ് മാത്രമാണ് സാറയോട് പറഞ്ഞത്. അവളുടെ ജീവിതം പാടെ മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അവളുടെ ചിന്താഗതികൾ പരിപൂർണമായി മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പറയുന്നു, അവൾ പുത്രോൽപാദനത്തിന് ശക്തി ലഭിക്കുവാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അവളുടെ ലൈഫ് ഡെഡായിരുന്നു, മരിച്ചതായിരുന്നു. മരിച്ചതിന് തുല്യമായിട്ടാണ് അവൾ ജീവിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം തനിക്ക് ലഭിച്ചപ്പോൾ തന്നിൽ ജീവിച്ച് എന്തോ ഒരു അസാധാരണമായ പ്രവൃത്തി നടന്ന് അവൾ ഗർഭം ധരിച്ചുവെന്നല്ല ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, എന്ത് അവൾക്ക് നഷ്ടമായി, ശാരീരികമായിട്ട് നഷ്ടമായി എന്നവൾ ചിന്തിച്ചുവോ അത് സ്വർഗത്തിലെ ദൈവം അവൾക്ക് നൽകിക്കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. പുത്രോൽപാദനത്തിന് ശക്തിയില്ല എന്ന് മനസ്സിലാക്കുന്ന സാറയ്ക്ക് സ്വർഗത്തിലെ ദൈവം പുത്രോൽപാദനത്തിന് ശക്തി ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആദമിനെ ദൈവം സൃഷ്ടിച്ചതുപോലെ യേശുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ അനുവദിച്ചതുപോലെ അസാധാരണമായിരിക്കുന്ന ഒരു മിറക്കിൾ അല്ല ദൈവം സാറയുടെ ജീവിതത്തിൽ കൂടെ ചെയ്തത്. സാറയുടെ ജീവിതത്തിൽ കുഞ്ഞ് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു മിറക്കിൾ ആകുന്നുവെങ്കിൽ തന്നെയും അതൊരു നോർമൽ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് സാറ ഈ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. തൻ്റെ ജീവിതത്തിലെ തൻ്റെ ശരീരമായിട്ട് നിർജീവമെന്ന് മനസ്സിലാക്കി നിർജീവമായിരുന്ന അവയവങ്ങളെയാണോ സ്വർഗത്തിലെ ദൈവം ജീവൻ ഉളവാക്കുവാൻ കാരണമായി തീർന്നത്. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. നിർജീവമായിരുന്ന അവയവങ്ങളെ സ്വർഗത്തിലെ ദൈവം ജീവനുള്ളതായി മാറ്റുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സാറയുടെ ജീവിതത്തിൽ പുത്രോൽപാദനത്തിന് ശക്തി ലഭിച്ചു. എന്തായിരുന്നു ആ വിശ്വാസം ചെയ്യുവാൻ സാധിച്ചത്? സാറയുടെ വിശ്വാസത്തിന് സാറയെ എന്ത് ചെയ്യിപ്പിച്ചു? സാറയുടെ വിശ്വാസത്തിന് ചെയ്യിപ്പിച്ചത് ദൈവം തന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് കാരണമായി തീർന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ ഏത് അവയവങ്ങൾ മരിച്ചുപോയി എന്ന് ചിന്തിച്ചുവോ അതേ അവയവങ്ങൾ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം സാറയിലെ വിശ്വാസത്തിന് സാധ്യമായി തീർന്നുവെന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പറഞ്ഞ വേർഡ്. സാറയിലെ വിശ്വാസത്തിന്
എന്താണ് തൻ്റെ ജീവിതത്തിൽ ജീവനില്ലാതെ പോയത്? ജീവനില്ലാത്ത സ്ഥാനത്ത് നിന്നുകൊണ്ട് ജീവനില്ലാത്ത അവയവത്തെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വാഗ്ദത്തം മുഖാന്തരമായിട്ട് സാറയ്ക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒന്നുകിൽ നിങ്ങൾ പല അവയവങ്ങൾ ഒരുപക്ഷെ മരിച്ചുവെന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മരിച്ചു എന്ന് പറയുന്ന അവയവങ്ങളെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ശക്തനാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ എന്തായിരുന്നു? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. സാറയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. മരിച്ചു നാടിക്കുന്ന അവയവങ്ങളെ ജീവിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സാറയുടെ ജീവിതത്തിലേക്ക് ഞാൻ 1, 2, 3 ചില വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരട്ടെ. എന്തായിരുന്നു സാറയുടെ ജീവിതം? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സാറയുടെ ഒത്തിരി ക്വാളിറ്റി നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും സാറയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്നത് ഭർത്താവിന് അടിമയായിരുന്നു കൊണ്ട് സ്വയമായിട്ട് ഒരു ചിന്തയില്ലാതിരുന്ന ഒരു സ്ത്രീയായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. കാരണം പല ഭാഗങ്ങളിൽ സാറ സൈലൻ്റ് ആയിരുന്നു. യാതൊരു അനക്കങ്ങളെക്കാൾ ചില സന്ദർഭങ്ങളിലല്ലാതെ സാറയുടേതായിരിക്കുന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നില്ല. ദൈവത്തിന് വിളി കേട്ടത് അബ്രഹാമിനാണ്. ദൈവം വിളി കൊടുത്തത് അബ്രഹാമിനാണ്. ആ വിളി കേട്ട് കൂടെ ഇറങ്ങിത്തിരിച്ചായിരിക്കുന്ന സാറ, ആ സാറയുടെ ജീവിതത്തിൽ എന്തായിരുന്നു പ്രത്യേകത? 1, 2, 3 പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം, വേഴ്സ് 11 and then 14. ദൈവത്തിൻ്റെ ദാസനാകുന്ന അബ്രഹാം ഇവിടെ തൻ്റെ ഭാര്യയാകുന്ന സാറയോട് പറയുന്നൊരു വേർഡാണിത്. താൻ തന്നെ തൻ്റെ ഭാര്യയെ നോക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ കാണുന്നു. അബ്രഹാമിന് തന്നെ സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിട്ട് തൻ്റെ ഭാര്യയെ കാണുവാനിടയായി തീർന്നു. 14-ാമത്തെ വാക്യം. ആ അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് മാത്രമായിരുന്നില്ല, മറ്റുള്ളവരെ സാറയെ നോക്കുന്ന ആ സമയത്ത് സാറ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന സ്ത്രീ ആയിരുന്നു, വളരെ മനോഹര രൂപിണിയായിരിക്കുന്ന സ്ത്രീ. ആ ഒരു കാഴ്ചപ്പാട് ഈ സാറയെക്കുറിച്ച് നമ്മൾ കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രി ആ കാഴ്ചപ്പാട്, ആ മനോഹര രൂപമെന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്നത്. ഞാൻ ഈ വിഷയം ഞാൻ ചിന്തിച്ചതായ സമയത്ത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം, 1 Peter chapter 3 verse number 5 and 6, 5-6 വാക്യം. അങ്ങനെ സാറ, നിങ്ങൾ മനസ്സിലാക്കണം, മുകളിൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന പത്രോസ് താനൊരു ലേഖനം വെളിപ്പെടുത്തുമ്പോൾ സാറയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ താൻ പറയുന്ന ഇപ്രകാരമാണ്, ഒരു സ്ത്രീ തന്നെ അലങ്കരിക്കേണ്ടത്, തന്നെ മനോഹരമാക്കേണ്ടത്. എന്താണ്? പുറമേ കാണുന്നതായി ചില അലങ്കാര വസ്തുക്കളല്ല, പിന്നെയോ അകമേ ഉണ്ടാകേണ്ടതായിരിക്കും ഒരു മനസ്സ്. നിങ്ങൾ മനസ്സിലാക്കണം, സാറയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അവൾ ഒരു നല്ല മനസ്സിന് ഉടമയായിരുന്നു. ഈ നല്ല മനസ്സെന്ന് പറയുന്നത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണം. അഥവാ ഹൃദയത്തിൻ്റെ ഒരു ഗൂഢമനുഷ്യൻ, ഹൃദയത്തിൻ്റെ താണിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സൗന്ദര്യം ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല, സൗന്ദര്യം പുറമേ കാണുന്നത് മാത്രമായിരുന്നില്ല, സാറയുടെ സൗന്ദര്യം ആന്തരികമായിരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ എന്നോടുകൂടെ. പുറമേ നമ്മൾ കാണുമ്പോൾ പുറമേ കാണുന്നതായിരിക്കും ഒരു ബ്യൂട്ടി മാത്രമല്ല. ഞാൻ ഈ വേർഡ് കൊണ്ടുവന്ന് നിങ്ങൾ മനസ്സിലായല്ലോ. അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, അങ്ങനെ തന്നെ. അങ്ങനെ ആര്? വായിച്ചോട്ട് ഒരിക്കൽ കൂടെ, 1 Peter chapter 3 verse 6. അങ്ങനെ സാറ. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് താഴെ കൊടുക്കുന്നൊരു വേർഡാണ് അങ്ങനെ സാറ. അപ്പോൾ സാറയുടെ ജീവിതത്തിന് ചില പ്രത്യേകതകളെയാണോ നമ്മളിവിടെ കാണുന്നത്? സാറയുടെ നാരിക്കുന്ന മനോഹാരമായ രൂപത്തിൽ പ്രത്യേകതയെന്ന് പറയുന്നത് പുറമേ താൻ സൗന്ദര്യമില്ലാത്തവളായിരുന്നു എന്നുള്ളതല്ല, പിന്നെയോ പുറമേ സൗന്ദര്യമുള്ളപ്പോൾ തന്നെ തൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഭൂഷണമായിരുന്നു, ഒരു അലങ്കാരമായിരുന്നു. തൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയായിരുന്നു സൗമ്യതയും സാവധാനതയുമുള്ള, അല്ലെങ്കിൽ ഒരു മീക്ക് സ്പിരിറ്റ്. അതായിരുന്നു സാറയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയുണ്ടായി.
അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന സാറയുടെ ഒരു പ്രത്യേകതയും ഇത് തന്നെയായിരുന്നു. വിവരമില്ലാത്തൊരു വ്യക്തിയായിട്ടല്ല നമ്മളിവിടെ സാറയെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സാറ എന്നുള്ള വാക്കിന് ആദ്യം ദൈവം അവളുടെ പേരൻസ്, മാതാപിതാക്കന്മാർ, അവൾ കൊടുത്ത പേര് സാറ എന്നുള്ളതായിരുന്നില്ല. അവളുടെ പേര് സാറായി എന്നായിരുന്നു. SARAI. സാറായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദ പ്രിൻസസ്, രാജകുമാരി എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഒരു രാജകുമാരിക്ക് വേണ്ടതായിരിക്കും യോഗ്യതകളൊക്കെ ഈ സാറയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു സാധാരണപ്പെട്ട വ്യക്തിയായിട്ടല്ല, പിന്നെയോ വ്യക്തിപരമായിട്ട് ചില താലന്തുള്ള കഴിവുകളുള്ളവളായിട്ട് നമുക്ക് ഈ സാറയെ കാണുവാൻ സാധിക്കും. താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ സാറയുടെ ജീവിതത്തിൽ ആ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ രാജ്ഞിയായിരിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുന്ന ആ സമയത്ത് ദൈവം ഈ സാറായി എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട് പകരം ദൈവം സാറ എന്നുള്ള പേരാക്കി മാറ്റി. സാറ എന്നുള്ള പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ മദർ ഓഫ് നേഷൻസ്, ജാതികളുടെ അമ്മ. നിങ്ങൾ മനസ്സിലാക്കണം, കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശക്തിയോടെ ഒരിക്കൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തൻ്റെ മാതാപിതാക്കന്മാർ കൊടുത്ത പേരിന് മാറ്റം വരുത്തിയില്ല. സാറ എന്നുള്ള പേര് രാജ്ഞി അല്ലെങ്കിൽ പ്രിൻസസ് എന്നായിരിക്കുമ്പോൾ, രാജകുമാരി എന്നായിരിക്കുമ്പോൾ ദൈവം കൊടുത്ത പേര് അതിന് ഒന്നുകൂടെ ഹയർ ലെവലിലേക്ക് വിടുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ലെവലിലേക്ക് ദൈവം വിട്ടു. എന്താ പേരിൻ്റെ അർത്ഥം? ഈ ജാതികളുടെ അമ്മ, ജാതികളുടെ മാതാവ് എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത നിനക്ക് അനേക കുഞ്ഞുങ്ങൾ ജനിക്കുവാനായിട്ടിടയായി തരും. ശ്രദ്ധിക്കണം ആ വേർഡ്. മാതാപിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന പേരിന് ആ പേര് നിൽക്കത്തന്നെയാണ് സ്വർഗത്തിലെ ദൈവം ഒന്നുകൂടെ ആഡ് ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. അത് ദൈവത്തിൻ്റെ കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാറയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സാറ വളരെ ബുദ്ധിപരമായിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. എന്നാൽ ഇത്രമാത്രം അക്ഷയഭൂഷണമുള്ള ഒരു സ്ത്രീ, ഭർത്താവിന് തന്നെ അലങ്കരിക്കപ്പെടുന്ന സ്ത്രീ, ഈ സ്ത്രീയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രമാത്രം നല്ല ക്വാളിറ്റി. 75-ാമത്തെ വയസ്സിലാണ് തൻ്റെ ഭർത്താവിനെ സ്വർഗത്തിലെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. ആ സമയത്ത് വയസ്സ് 65 ആകുന്നുവെങ്കിൽ ഈ 65-ാമത്തെ വയസ്സിൽ യാതൊരുമായിരിക്കുന്ന എതിർപ്പും പറയാതെ, യാതൊന്നും അതിന് എതിര് നിൽക്കാതെ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ഭർത്താവിനോട് കൂടെ ചേർന്ന് യാത്ര തിരിക്കുവാൻ സാറയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശ്രദ്ധിക്കണം എൻ്റെ പോയിന്റ്. തൻ്റെ ഭർത്താവിന് കൊടുത്ത ദൈവിക വാഗ്ദത്തം, ദൈവികമായിരിക്കുന്ന പ്രോമിസ്, ആ ദൈവികമായിരിക്കുന്ന പ്രോമിസ് നിറവേറ്റപ്പെടേണ്ടതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കൂടെ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭർത്താവിന് ദൈവം കൊടുത്ത വാഗ്ദത്തം നിറവേറ്റുവാൻ തക്കവണ്ണം ഈ സാറ തൻ്റെ ഭർത്താവിനോട് കൂടെ ആയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ ഒത്തിരി നല്ല ക്വാളിറ്റി നമ്മളിവിടെ പറയുകയുണ്ടായി. പുറമേ കാണുന്ന അലങ്കാരമല്ല, പിന്നെയോ ഹൃദയത്തിൻ്റെ അക്ഷയഭൂഷണം, സൗമ്യതയും സാവധാനതയും സൗമ്യതയുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്, ഇത് ജീവിതത്തിൽ വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിലോ എല്ലാ കാലത്തും സുഖകരമായ ജീവിതമായിരുന്നില്ല തനിക്ക് നയിക്കുവാൻ ഇടയായത്. ചില സമയത്ത് ഈ ക്വാളിറ്റി ഉള്ളപ്പോൾ തന്നെ പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് സാറ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിക്കണം, വീഴ്ചകൾ എല്ലാവരുടെയും ഭാഗത്തുണ്ട്. ഒരു പക്ഷെങ്കിൽ തുടക്കത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ വളരെ ത്യാഗത്തോടു കൂടി ആയിരിക്കാം ഇറങ്ങിത്തിരിച്ചത്. അതിൻ്റെ അർത്ഥമായില്ല എൻ്റെ വളരെ ഭംഗിയാകുമെന്ന്. ഒന്ന് മനസ്സിലാക്കണം, ഇറങ്ങിത്തിരിച്ചപ്പോൾ എന്ത് ത്യാഗം കാണിക്കുവാൻ ഇടയായിത്തീർന്നുവോ അതേ ത്യാഗമാണ് പിൽക്കാലത്തും ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻഡ്യൂറിങ് ഫെയ്ത്ത് ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നത് വരെ, തനിക്കത് ലഭിക്കുന്നത് വരെ, താൻ അത് പ്രാപിക്കുന്നത് വരെ അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളതാണ് പ്രാധാന്യമായിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാറയുടെ ജീവിതത്തിൽ അതിൽ വിരുദ്ധമായിരിക്കുന്ന ചില പ്രത്യേകതകൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ ചില ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ 4 വിധ വിശ്വാസത്തെ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് സാറയെ ഞാൻ കൊണ്ടുവന്നു. വിശ്വാസമില്ലാതിരുന്ന സാറയുടെ ജീവിതം
എന്ത് ചെയ്യുവാൻ ഇടയായിത്തീർന്നു? ദൈവം അബ്രഹാമിനോടും സാറയോടും വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവം കൽപ്പിക്കുകയുണ്ടായി, ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തതിയെ തരുമെന്ന് ദൈവം കൽപ്പിച്ചുവെങ്കിൽ ഈ ഇറങ്ങിത്തിരിപ്പ് അല്പം മുൻപോട്ട് കടന്നുപോയി. പല സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു. എന്നാൽ തനിക്ക് ഹാഗാറിനെ കിട്ടുന്നതായ സമയത്ത് ഈ സാറ വന്ന അബ്രഹാമിനോട് പറയുന്ന ഒരു വേർഡുണ്ട്, ദൈവം എൻ്റെ ഗർഭത്തെ അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് കുഞ്ഞ് ജനിക്കേണ്ടതിനോ നീ ഹാഗാറിൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ വാഗ്ദത്തം സാറ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് എടുത്തൊരു സ്റ്റെപ്പായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം വാഗ്ദത്തം ചെയ്തു, ഞാൻ നിന്നിൽ കൂടെ ഒരു സന്തതിയെ തരുമെന്ന് കൽപ്പിച്ചപ്പോൾ ആ സന്തതി കിട്ടുവാൻ താമസിച്ചതായ സമയത്ത്, അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടിനനുസരണമായിട്ട് തൻ്റെ സമയത്തിനനുസരണമായിട്ട് ഈ വാഗ്ദത്തം നിറവേറ്റപ്പെടാതിരുന്നത് കൊണ്ട് തൻ്റെ സ്വന്തം പ്ലാനിങ്ങിൽ കൂടെ സാറ മുൻപോട്ട് കടന്നുപോയി. ഇത് സാറയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വീഴ്ചയായിരുന്നു. അവിടെയാണ് സാറ ഒന്നാമതായിട്ട് വീഴുവാനിടയായിത്തീർന്നത്. എന്നാൽ ഈ വീഴ്ച തൻ്റെ ജീവിതത്തിൽ എന്തു കൊണ്ടുവന്നു മനസ്സിലാക്കണം. കുടുംബത്തിലൊരു വലിയ പ്രശ്നത്തിലേക്ക് സാറ കടന്നു വരുന്നതായിട്ട് കാണുന്നു. സാധാരണ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് പോലെ സാറയുടെ ഈ വാക്ക് ഞാൻ വായിച്ചപ്പോൾ ഞാൻ അല്പം ചിരിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഇതിൻ്റെ പ്രശ്നക്കാരനാര്? പ്രശ്നക്കാരനെ കൂടെ മറച്ചു വെച്ചിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ സാറ ഒരു വേർഡ് പറഞ്ഞു. ഒന്ന് വായിച്ചാട്ട് അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. ജനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 4. ആരാ ഉത്തരവാദി? എനിക്ക് ഭവിച്ച അന്യായത്തിന് നീയാണ് ഉത്തരവാദി. സാറയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. ആക്ച്വലി സാറയുടെ എടുത്തുചാട്ടം ആത്മീയ അവളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായിരിക്കും നന്മ കിട്ടാതിരുന്ന സ്ഥാനത്ത് അവരുടേതായിരിക്കും എടുത്തിയാട്ടത്തിൽ കൂടെ ഒരു അനുഗ്രഹമുണ്ടായി. എന്നാൽ ഈ എടുത്തിച്ചാട്ടം അടുത്ത ലെവലിലേക്ക് ഒരു പ്രശ്നത്തിലേക്ക് സാറയെ നയിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ സാറ ചെയ്യാൻ ആഗ്രഹിച്ചത്, ഇതിനകത്ത് സംഹാവ് ഒന്ന് വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്തും ഉണ്ട് യജമാനന്മാർക്കും യജമാനത്തിമാർക്കും പഠിക്കാനുള്ളൊരു ദൂത്. എന്താണെന്നറിയാമോ? നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയില്ല എങ്കിൽ നാളെ അത് വീണ്ടും അടുത്ത പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ നമ്മൾ എന്താ സാറയ്ക്ക് സംഭവിച്ചത്? തൻ്റെ യജമാനത്തിയെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി കൊടുക്കുവാൻ ഇടിയായിത്തീർന്നതാണ് സാറയുടെ ജീവിതത്തിൽ ഈ ഹാഗാർ അവളെ നിന്ദിക്കുവാനുള്ള കാരണം. അല്പം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, നമ്മുടെ പറഞ്ഞാൽ അറിയത്തില്ല, ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമായത്. നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് നിർത്തേണ്ടവരെ നിർത്തിയില്ല എങ്കിൽ നാളെ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തേണ്ടതുപോലെ നിർത്തുക. ഓക്കെ, എന്താ ഇവിടുത്തെ വിഷയം? ഈ ഹാഗാർ സാറയുടെ കണ്ണിന് നിന്ദതയായി. അവൾ നോക്കുമ്പോൾ അബ്രഹാം ഇപ്പോൾ ഹാഗാറുമായിട്ട് ബന്ധമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്ന അനുഗ്രഹം ഈ ഹാഗാറിന് വളരെ പെട്ടെന്ന് പ്രാപിക്കുവാനിടയായിത്തീർന്നു. ഇതുകൂടെ കടന്നു വന്നതായ സമയത്ത് ഹാഗാറിൻ്റെ കൺമുൻപിൽ സാറ എന്ന് പറയുന്നത് ഒരു നിന്ദിക്കപ്പെട്ട പാത്രമായി മാറി, അവഹേളന പാത്രമായി മാറി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് ഉത്തരവാദിയായിട്ടാണ് അബ്രഹാമിനെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ കാരണമായി തീർന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ഇഷ്യൂ ഇവിടെ കിടക്കുമ്പോൾ തന്നെ അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സാറ എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ ബലഹീനതകൾ പലയിടത്ത് കടന്നു വരുവാൻ ഇടയായിത്തീർന്നുവെങ്കിലും തൻ്റെ കുടുംബത്തെ മാന്യമായിട്ട് ഭരിക്കുവാൻ തക്കവണ്ണം സാറയ്ക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ്. ഒരു വിഷയം ഞാൻ വീക്കായിട്ട് ഞാൻ പറയുമ്പോൾ മറുസൈഡ് സാറയുടെ ക്വാളിറ്റിയും കൂടെ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു സാറ വീക്കായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം എടുത്തു ചാടി നിറവേറ്റപ്പെടുന്നതിന് മുൻപായിട്ട് തന്നിൽ കൂടെ തൻ്റെ ചിന്തപ്രകാരമായിട്ട് നിറവേറ്റപ്പെടുവാൻ ആഗ്രഹിച്ചത് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായെങ്കിൽ ആ പ്രശ്നത്തിന് ഒരല്പകാലം കഴിഞ്ഞപ്പോൾ ഈ സാറ തന്നെ ഒരു പരിഹാരമെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമും ആ സമയത്ത് ഇസ്മായേൽ എന്ന് പറയുന്ന തൻ്റെ മകനുമായിട്ട് വളരെയധികമായിട്ട് അടുത്തു. അവരെ ഒരു അപ്പനും മകനുമാകണമെങ്കിൽ തന്നെയും വളരെ ഉറ്റ സുഹൃത്തുക്കളെ പോലെ ഇവർ രണ്ടും ഒരുമിച്ചായിരുന്നു.
അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വേറെ ഒരു കുഞ്ഞിനെയും സാറയിൽ നിന്ന് വേണ്ട എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഇസ്മായേൽ ഒരു വാഗ്ദത്ത സന്തതിയായി തീർക്കുവാൻ തക്കവണ്ണം അബ്രഹാം ആഗ്രഹിച്ചു. നിങ്ങൾക്കറിയാം, ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു വേർഡുണ്ട്. അബ്രഹാമേ, ഞാൻ നിൻ്റെ ഭാര്യയാകുന്ന സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞിനെ തരും. ആ സമയത്ത് അബ്രഹാം ദൈവത്തോട് പറഞ്ഞൊരു വേർഡുണ്ട്, ദൈവമേ, ഇസ്മായേൽ നിൻ്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇസ്ഹാക്ക് എന്നൊരു ഇഷ്യൂ അല്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇസ്മായേൽ അതാണ് തൻ്റെ മകനെന്ന് കാണത്തക്ക രീതിയിൽ ഒരപ്പനും മകനും എന്നുള്ള ബന്ധത്തിൽ കൂടെ മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ദീർഘവീക്ഷണമുള്ളതായിരിക്കുന്ന സാറ ഒരു കാര്യം മനസ്സിലാക്കി, സഹോദരിമാർ, ദീർഘവീക്ഷണമുണ്ടെങ്കിൽ അത് കുടുംബത്തിന് അനുഗ്രഹമാണ്. എന്താ മനസ്സിലാക്കിയത് ഒരു കാര്യമാണ്, എൻ്റെ മകനും ഈ ദാസിയുടെ മകനും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ ജീവിച്ചാൽ അതൊരു വലിയ പ്രശ്നത്തിന് കാരണമാകും. അതുകൊണ്ട് ബുദ്ധിമതിയായിരിക്കുന്ന സാറ ഒരു കാര്യം തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് ഹാഗാറിനെയും അവൻ്റെ കുഞ്ഞിനെയും കൂടെ പുറത്താക്കളയണം. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ബ്രില്യൻറ്റ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലായോ? സാറ എന്ന് പറയുന്നത് വെറും ബുദ്ധിയില്ലാത്ത, ഭർത്താവിനെ എപ്പോഴും അനുസരിച്ച് മാത്രം മുൻപോട്ട് കടന്നു പോകുന്ന ഒരു സാധാരണപ്പെട്ട സ്ത്രീയാണെന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുവാൻ ആഗ്രഹിച്ചത്. തൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ, തനിക്ക് ചില മുൻപിലേക്ക് നോക്കിക്കൊണ്ട് ചിലത് മനസ്സിലാക്കുവാൻ, അതിനനുസരണമായിട്ട് കുടുംബത്തെ നയിക്കുവാൻ. അതുകൊണ്ട് തെറ്റു വരത്തില്ലെന്നല്ല, തെറ്റുകൾ വരും. തെറ്റു വരുന്നത് ആ ഭർത്താക്കന്മാരാണ് മനസ്സിലാക്കേണ്ടത്. തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കി മുൻപോട്ട് നോക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? സാറയുടെ ജീവിതത്തിൽ ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാനിടയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെല്ലാം സമയത്ത് അബ്രഹാമിനോട് സാറ ചില വാക്കുകൾ പറയുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്, ആ സമയത്തൊക്കെ അബ്രഹാം അത് അനുസരിക്കുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. ഇത് ഒരു വലിയ കഴിവാണ്. ഹാഗാറിനെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടെ അബ്രഹാം സമ്മതിച്ചു. ഇസ്മായേലിൻ്റെ കാര്യം വന്നപ്പോൾ അബ്രഹാം സന്തോഷത്തോടെ ഏത് കാര്യം, ഒറ്റ വിഷയത്തിൽ മാത്രമേ അബ്രഹാം ഒരല്പം പ്രയാസം കാണിച്ചുള്ളൂ. ഈ ഇസ്മായേലിനെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് കൽപ്പിച്ചപ്പോൾ, സാറ പറഞ്ഞപ്പോൾ, അത് തനിക്കൊരു വലിയ ഭാരമായി. ബാക്കി ഹാഗാറിനെ വിട്ടുകളയാൻ പറഞ്ഞു. ഹാഗാർ യജമാനത്തിക്ക് നിന്ദിതയായി തീർന്നപ്പോൾ ഒരു പ്രയാസകരമായിരിക്കുന്ന കാര്യം വന്നു. ആ സമയത്ത് അബ്രഹാം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിൻ്റെ ദാസൻ നിൻ്റെ കയ്യിലിരിക്കുന്നു, നീ ഇഷ്ടം പോലെ ചെയ്തു. സാറ കാഠിന്യം തുടങ്ങിയപ്പോഴാണ് ഹാഗാർ സ്വന്തം വീട്ടിൽ നിന്ന് ഓടുവാനായിട്ട് കാരണമായത്. അവിടെയാണ് വഴിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ കണ്ടത്. ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഇപ്രകാരം ഹാഗാറിനോട് പറഞ്ഞു, സാറയുടെ ദാസിയായിരിക്കുന്ന ഹാഗാറെ, നീ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? നീ ആദ്യം പോയി നിൻ്റെ യജമാനത്തെ കീഴ്പ്പെട്ടിരിക്കും. ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീയ മർമ്മമുണ്ട്. പോട്ടെ, ഇവിടെ ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിച്ചത്, പല കാര്യങ്ങൾ അനുസരിക്കുവാനായിട്ട് കാരണമായി തീർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ഈ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു നടക്കുന്ന സാറയുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. സാറയുടെ ജീവിതം നല്ല ഒരു ഇൻഫ്ലുവൻഷ്യലായിരുന്നു. സാറയ്ക്ക് തൻ്റെതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, തൻ്റെതായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്നതായ സമയത്ത് ഇത്രമാത്രം ആലോചനകൾ പറഞ്ഞു കൊടുത്ത് തൻ്റെ ഭർത്താവിനെ നയിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, തൻ്റെ ഭർത്താവിനെ യജമാനെ എന്ന് വിളിച്ചുകൊണ്ട് കീഴ്പ്പെട്ടിരുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ഇവിടെയാണ് വളരെ പ്രാധാന്യമായിരിക്കുന്നത്. സാറയുടെ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു അത്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് അഭിപ്രായമില്ല എന്നുള്ളതല്ല, തൻ്റെ ജീവിതത്തിൻ്റെ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമില്ലെന്നുള്ളതല്ല. എന്താണ് കുടുംബത്തിന് ഭംഗിയായിട്ട് വേണ്ടത്, അതെല്ലാം യഥാസമയങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന സാറയുടെ ജീവിതം തന്നെ അല്പകാലം മുൻപോട്ട് കടക്കുമ്പോഴും ഈ സാറ അബ്രഹാം പറയുന്നത് മുഴുവൻ കേട്ട് ഒരു മിണ്ടാപ്പാണിയായിട്ട് നടക്കുകയല്ല സാറ ആഗ്രഹിച്ചത്. പിന്നെയോ സാറയ്ക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ ഭർത്താവ് അഥവാ യജമാനൻ, ഭർത്താവിന് യജമാനൻ എന്ന് ഈ ഭാഗത്താണ് നമ്മൾ വിളിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു എന്ന് മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിനോട് പറയുണ്ടായി, ഞാൻ നിനക്ക്
അടുത്ത വർഷം ഈ ആണ്ടേക്ക് നിനക്കൊരു കുഞ്ഞിനെ തരും, ഈ സമയത്താണ് നിന്റെ സാറയിൽ നിനക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞപ്പോഴാണ് സാറ അകത്തുനിന്ന് ചിരിക്കുവാനായിട്ടിടയായി തീർന്നത്. ആ ചിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ ചോദിച്ചത്, എന്താണ് സാറ ചിരിക്കുവാനായിട്ടിടയായി തീർന്നത്? അവിടെയും സാറ ഒരു കള്ളം പറഞ്ഞ്, ഞാൻ ചിരിച്ചതേ ഇല്ല. ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, സാറയുടെ ജീവിതത്തിൽ ദൈവം ഒരു വാക്ക് കൊടുക്കുമ്പോൾ യഹോവയ്ക്ക് കഴിയാത്ത കാര്യം വല്ല ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ വേർഡിൻ്റെ മുൻപിൽ ഈ സാറയുടെ ജീവിതത്തെ നമ്മൾ കാണുന്നത്, അവൾ യജമാനെ എന്ന് വിളിച്ച് അവൾ കീഴ്പ്പെടുവാനിടയായിത്തീർന്നു. അബ്രഹാമിന് താൻ കീഴ്പ്പെട്ടിരുന്നു. സാറയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത അതായിരുന്നു. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ സാറയുടെ 2 ക്വാളിറ്റി പുതിയ നിയമത്തിൽ പ്രശംസനീയമായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, 2 ക്വാളിറ്റിയാണ് സാറയെ പ്രശംസിക്കുവാനിടയായിത്തീർന്നത്. ഒന്നാമത്തെ സാറയുടെ ക്വാളിറ്റിയാണ് എബ്രായലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ സാറ എന്ന് പറഞ്ഞാൽ സാറയുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുവാനായിട്ട് കാരണമായി തീർന്നു. സ്വർഗത്തിലെ ദൈവം തന്നെ പ്രശംസിക്കത്തക്കുള്ള വിശ്വാസം സാറയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകതയായിരുന്നു 1 പത്രോസ് 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, തങ്ങളുടെ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ച് ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, സാറയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം തൻ്റെ ഭർത്താവിന് ലഭിച്ചത് സാറ ഒരു കാര്യം മനസ്സിലാക്കി, അത് തനിക്കൂടെ ഉള്ള വാഗ്ദത്തമാണ്, ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള ഒരു വാഗ്ദത്തമാണ്, ഒരുമിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകേണ്ട കാര്യമാണ്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സാറയുടെ നാരിക്കുന്ന ഒപ്പീനിയൻ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ 2 സ്വഭാവങ്ങൾ ഞാൻ പറഞ്ഞു. 1 ഫെയ്ത്ത്, 2 സബ്മിഷൻ. ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരുമിച്ച് പോകേണ്ട ഗുണങ്ങളാണ്. വിശ്വാസമുണ്ടെങ്കിൽ എന്തൂടെ കാണും? സബ്മിഷനൂടെ കാണും. വിശ്വാസം ഇല്ല എങ്കിൽ സബ്മിഷൻ ഉണ്ടാകത്തില്ല. വിശ്വാസമാണ് സമർപ്പിക്കപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലഭിച്ച ദർശനം അബ്രഹാമിനാകുന്നുവെങ്കിലും സാറ ലഭിച്ച ദർശനത്തിനനുസരമായിട്ട് തൻ്റെ ഭർത്താവിൽ കൂടെ തൻ്റെ ദർശനം, ദൈവം കൊടുത്ത ദർശനം നിറവേറ്റപ്പെടുന്നത് സാറയുടെ ദർശനമായി കാണുവാനിടയായി. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ് ഇതാണ്. ലഭിച്ച ദർശനം അബ്രഹാമിനാണ്. അബ്രഹാമിന് ദൈവം ദർശനം കൊടുത്തുവെങ്കിലും സാറ എന്ത് ചെയ്തു? ആ ദർശനം തനിക്കൂടെ ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദർശന നിവർത്തീകരണത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സാറയുടെ ജീവിതം, അബ്രഹാമിന് ലഭിച്ച ദൈവിക ദർശനം അബ്രഹാമിൽ കൂടെ നിറവേറ്റപ്പെടേണ്ടതിന് സാറ പൂർണ്ണമായിട്ട് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നു. ഇതുകൊണ്ടാണ് ഇറങ്ങിത്തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ച സമയം മുതൽ അവസാനമായിട്ട് തങ്ങൾക്ക് മരിക്കുന്ന സമയം വരെ സാറയുടെ ജീവിതത്തിൽ മറ്റൊരു ചിന്താഗതി, ദർശനവുമായിരിക്കുന്ന ബന്ധത്തിൽ മറ്റൊരു കൺസെപ്റ്റ് ഇല്ലാതെ പോയതിൻ്റെ കാരണം അതാണ്. തൻ്റെ ഭർത്താവിന് കൊടുത്ത ദർശനമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാറയ്ക്ക് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിൽ കൂടെ ഒരാത്മീയ ദൂത് ഞാൻ തരട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ദൈവിക ദർശനം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഉത്തരവാദിത്വം അത് എൻ്റെ ഭർത്താവിന് ലഭിച്ച ദൈവിക ദർശനമെന്ന് പറഞ്ഞ് വിട്ടുകളയുവാനല്ല. ദൈവം കൊടുത്ത ദർശനമെന്ന് പറയുന്നത് ഒരു കുടുംബത്തിനാണ്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിനാണ് ദൈവം ഒരു ദർശനം കൊടുത്തതെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ ദർശന നിവർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ ഭർത്താക്കന്മാരെ മുൻപോട്ട് നയിക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ശ്രദ്ധിക്കണം ആ വേർഡ്. ആ ദർശനം നിറവേറ്റപ്പെടുന്ന ഒരു വലിയ ചുമതല വീട്ടില്, ഭവനത്തിലെ ഭാര്യമാർക്കുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ദർശനത്തിന് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും, അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. എന്നാൽ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം കൊടുത്ത ദർശനത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം കൊടുത്ത ദൈവിക ദർശനത്തിന്
നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കണം. സാറയുടെ ജീവിതത്തിൽ അതായിരുന്നു ഭംഗിയായിട്ട് നടന്നത്. സാറ എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവിനെ യജമാനെന്ന് വിളിച്ച് സകലത്തിലും കീഴ്പ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ഹിതം അവരുടെ ജീവിതത്തിൽ കൂടി നിറവേറ്റപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അവർക്കൂടെ നിറവേറ്റപ്പെടുവാൻ അവർ രണ്ടുപേരും ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, ഈ വേർഡ് ഭർത്താവിന് ദൈവം കൊടുത്ത ദർശനമാണോ ഞങ്ങൾക്കുമുള്ളതെന്ന് മനസ്സിലാക്കണം. വ്യത്യസ്തമായിരിക്കുന്നത് ഒന്നിനു വേണ്ടിയല്ല, വ്യത്യസ്തമായിരിക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്നവരെ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ദൈവം വിളിക്കത്തില്ല. ഒരുമിച്ച് നിൽക്കുന്നവരെ ഒരുമിച്ചുള്ള ഒരു ദർശനത്തിന് വേണ്ടി മാത്രമേ ദൈവം വിളിക്കത്തുള്ളൂ. അതാണ് ആ ഐക്യത എന്ന് പറയുന്നത്. കുടുംബത്തിൽ രണ്ട് വിരുദ്ധമായിരിക്കുന്ന ദർശനമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്കറിയാം, ആ ഭവനത്തിനകത്ത് ഒരിക്കൽ പോലും ഒരു സമാധാനം ഉണ്ടാകത്തില്ല. കാരണം അവിടെ ഒരു ഐക്യതയില്ല. ഒരു വീട്ടിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുള്ള മക്കളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കറിയാം, ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. കാരണം ഒന്ന് മറ്റൊന്നിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതേ കാര്യം തന്നെ ശ്രദ്ധിച്ചോണം. ഭവനത്തിൽ രണ്ട് ദർശനമാകുന്നുവെങ്കിൽ, ഭവനത്തിൽ രണ്ട് ദർശനമുണ്ടെങ്കിൽ ആ ഭവനം ഒരിക്കലും ഭംഗിയായിട്ട് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അരുമരക്ഷിതാവായ യേശു ഇപ്രകാരം പറയുവാൻ ഇടയായിത്തീർന്നു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയെങ്കിൽ ആ രാജ്യത്തിനോ എങ്ങനെ നിലനിൽക്കുവാൻ സാധിക്കും? ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയെങ്കിൽ ആ വീടിനോ എങ്ങനെ നിലനിൽക്കുവാൻ സാധിക്കും? അങ്ങനെയെങ്കിൽ സഹോദരിമാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ദൈവം കൊടുത്ത ദൈവിക ദർശനത്തോടുകൂടെ കൂട്ടിച്ചേർന്ന് ഒന്ന് കൈകോർത്ത് പിടിച്ച് അവരെ മുൻപോട്ട് വിടുവാൻ സാധിക്കുമെങ്കിൽ അതാണ് സാറയുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. എന്ത് സംഭവിച്ചു സാറയുടെ ജീവിതത്തിൽ? ആ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു. ഞാൻ ആഫ്റ്റർ ഓൾ സാറയെക്കുറിച്ചൊരു വിശദീകരണമാണ് നിങ്ങൾക്ക് തന്നത്. സാറയ്ക്ക് തൻ്റെതായിരിക്കുന്ന സ്വയമായിരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുമ്പോൾ തന്നെ, ആ രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിനോ കുടുംബത്തെക്കുറിച്ചുള്ള ദർശനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് സാറയുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദരന്മാരെ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവിക ദർശനം ലഭിച്ചവരോടുകൂടെ അതോട് കൂട്ടിയേർന്ന് നിന്നുകൊണ്ട് അവരെ മുൻപോട്ട് അതിനുവേണ്ടി വിടുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ഇവിടെ എന്ത് ചെയ്തു സാറ? തൻ്റെ ഭർത്താവിനെ യജമാനെന്ന് വിളിച്ചുകൊണ്ട് സകലത്തിലും കീഴ്പ്പെടുവാനിടയായിത്തീർന്നു. ഒരു സബ്മിസീവ് മൈൻഡ് സാറയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. ഭർത്താക്കന്മാരെക്കാൾ അല്പം ശുശ്രൂഷ ഭാര്യമാർക്കുണ്ട് എങ്കിൽ പിന്നീട് ഭാര്യമാരെ ഭർത്താക്കന്മാരനുസരിക്കേണ്ട ഒരു കാലത്തിൽ ഇന്ന് ലോകമായിരിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുവെന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സാറയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. അസാധ്യമായിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ ഒരു വലിയ ഉടമയായി നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്ക്, ഒരു വേർഡ് വായിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, ജനസിസ് ചാപ്റ്റർ 18, ഉൽപ്പത്തി 18:12 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്. ശ്രദ്ധിക്കുക, യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? ഈ ഒരു വേർഡ് ഇതാണ് സാറയുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം വരുത്തിയത്, സാറയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. അതിനു മുൻപ് സാറയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു റിയലായിട്ട് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ചിന്തിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം അതിനനുസരിച്ച് സാറ ചിന്തിച്ചു പോയി. തൻ്റെ അവസ്ഥയെ സാറ കണ്ടു, തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയെ കണ്ടു, തൻ്റെ അവസ്ഥകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവിടെ തന്നെ ദൈവം അവിടെ വെളിപ്പെട്ടുകൊണ്ട് ദൈവം ഇപ്രകാരം പറയുകയാണോ, യഹോവയ്ക്കാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ദാസൻ എബ്രായലേഖന കർത്താവ് ഇപ്രകാരം പറയുന്നു, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. അപ്പോൾ സാറയുടെ ഒരു പ്രത്യേകതയാണ്, ഈ പ്രതികൂലങ്ങളൊക്കെ തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ഈ പ്രശ്നങ്ങൾ തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ സാറ ഒന്ന് മനസ്സിലാക്കി, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് മനസ്സിലാക്കി. തൻ്റെ ശരീരത്തിൽ നിർജീവത്വമുണ്ടോ? തൻ്റെതായിരിക്കുന്ന യാതൊരു പതിവുമില്ല,
തൻ്റെ ഭർത്താവിൻ്റെ നിർജീവത്വമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും സാറയ്ക്ക് മുൻപിൽ കാണുവാൻ സാധിച്ച ഒരൊറ്റ കാര്യം, ഈ ദൈവമെന്ന് പറയുന്നത് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സാറ ഒന്ന് മനസ്സിലാക്കി, എൻ്റെ ഈ ജീവനില്ലാത്ത അവയവങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ ഈ ദൈവം ശക്തൻ. ജീവന് ശക്തിയില്ലാത്ത എൻ്റെ ഈ അവയവങ്ങൾക്ക് ശക്തി കൊടുക്കുവാൻ ദൈവം ശക്തൻ. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, അവൾ പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു, അവൾക്ക് ശക്തി ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എവിടുന്ന് ശക്തി ലഭിച്ചു? സ്വർഗത്തിലെ ദൈവമാണോ ഈ അനുഗ്രഹത്തിന് വേണ്ടതായ ശക്തി അവളുടെ മേൽ പകരുവാൻ കാരണമായി തീർന്നത്? ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കണം, എന്ത് സംഭവിച്ചു സാറയുടെ ജീവിതത്തിൽ. സാറ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണി. തൻ്റെ ചുറ്റുപാടുകളെ അവൾ നോക്കിയില്ല, സാഹചര്യങ്ങൾ അവൾ നോക്കിയില്ല, തൻ്റെ ഇല്ലായ്മ അവൾ നോക്കിയില്ല. പകരം ഒന്ന് മാത്രം കണ്ടു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ഒന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ സാറ ഒന്ന് മനസ്സിലാക്കി, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നോട് വാഗ്ദത്തം ചെയ്തവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അങ്ങനെ സാറയ്ക്കൊന്ന് പറയുവാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ കൂടെ എന്നെ ശക്തിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അതാണ് സാറ ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നത്. ബലഹീനത തൻ്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ കണ്ടുകൊണ്ട് സാറ ദൈവത്തിന് മഹത്വം കൊടുത്തു. എങ്ങനെയാണ് ഈ അനുഗ്രഹം പ്രവർത്തിപ്പിക്കുന്നത് അറിയാമോ? എങ്ങനെയാണ് ഇവർ അനുഗ്രഹിക്കപ്പെട്ടത്? വായിച്ചാട്ടോ, റോമലേഖനം 4-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 19 and 20, 19-20 വാക്യം. എന്താ ക്ഷീണിക്കാതിരുന്നതിന്റെ കാരണമെന്ന്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എണ്ണി. താഴത്തെ ഭാഗം എങ്ങനെ എണ്ണി? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ. ശ്രദ്ധിക്കുക, ഇവർ ചെയ്ത ക്ലൂ എന്നാണെന്നറിയാമോ? ഇവർ ശക്തിപ്പെടുവാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഇവരുടെ ബലഹീനത മാറുവാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഇവർ ചെയ്ത ഒരൊറ്റ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇങ്ങോട്ട് തന്നപ്പോൾ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവളൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ജീവനില്ലാത്ത അവസ്ഥയിന്മേൽ ജീവിപ്പിക്കുവാൻ ഈ ദൈവം ശക്തനെന്ന് മനസ്സിലാക്കിയപ്പോൾ സാറ ചെയ്തൊരു കാര്യമുണ്ട്. ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. എന്തിനാ ദൈവത്തെ മഹത്വപ്പെടുത്തിയതോ? തനിക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹത്തെ സാറ മുൻപിൽ കണ്ടു. ഓൾറെഡി ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, അടുത്ത ആണ്ട് ഈ മാസമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ഈ സാറ ഏറ്റെടുത്ത അതാണ്, എനിക്ക് കുഞ്ഞ് ജനിക്കുവാൻ പോകുകയാണ്. ചുറ്റുപാടുകൾ എല്ലാം നെഗറ്റീവായിട്ട് കാണുമ്പോൾ സാറയ്ക്ക് അവിടെ ഒന്ന് പറയുവാൻ സാധിക്കും, ഇല്ല അങ്ങനല്ല, എനിക്ക് കുഞ്ഞ് ജനിക്കുവാൻ പോകുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന് മഹത്വം കൊടുത്തു പോന്നു. ശ്രദ്ധിക്കുക, ദൈവം എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം അവിശ്വാസമാകുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം ഈ ഭാഗം. ദൈവം സാറയ്ക്ക് അബ്രാമിന് വാഗ്ദത്തം കൊടുത്തു, അത് അവരുടെ ജീവിതത്തിൽ അവിശ്വാസമാകാമായിരുന്നു. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തു, എന്നാൽ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്താതെ മരുഭൂമിയിൽ വെച്ച് അവർ മരിക്കുവാനുള്ള കാരണം അവരെ വാഗ്ദത്തത്തിൽ അവിശ്വാസികളായി തീർന്നു. വാഗ്ദത്തത്തെ അവർ വിശ്വസിച്ചില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഇതേ കാര്യം അബ്രാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചില്ലേ? അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക ഈ വേർഡ്, അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് എന്ന് പറയുന്നത്? ദൈവത്തിന് അവർ മഹത്വം കൊടുത്തു പോന്നു. ദൈവം ചെയ്യുവാൻ പോകുന്ന വലിയ കാര്യങ്ങളെ കണ്ട്, ദൈവം ചെയ്യുന്നതായിരിക്കുന്ന വലിയ വിഷയത്തെ കണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ബലമില്ലാത്തതിന് ബലം ലഭിക്കണമെങ്കിൽ, ജീവനില്ലാത്തതിനോ ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്ത് ആ വാഗ്ദത്തത്തെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ ദൈവമേ നീ അപ്രകാരം ചെയ്യുന്നുവെന്ന്, നീ ചെയ്യുവാൻ പോകുന്നുവെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ ലൂവ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ബലമില്ലാത്തതിനോ അവൻ ബലം വർദ്ധിപ്പിക്കുന്നു, അസാധ്യമായ കാര്യങ്ങൾ അവൻ സാധ്യമാക്കുന്നു. അസാധ്യമായ കാര്യത്തെ മുൻപിൽ കാണേണ്ട കാര്യമില്ല. സാഹചര്യത്തെ അല്ല ദൈവമക്കൾ മുൻപിൽ കാണേണ്ടത്, പിന്നെയോ ദൈവമക്കൾ കാണേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുൻപിൽ കാണുക. ദൈവം എന്നോട് കൽപ്പിച്ചത്, ദൈവം എന്നോട് അരുളി ചെയ്തത്, ദൈവത്തിൻ്റെ വചനത്തെ മുൻപിൽ കണ്ടുകൊണ്ട് എൻ്റെ ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ, മറ്റ് പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, നെഗറ്റീവായിരിക്കുന്ന വാക്കുകൾ കടന്നു വരുമ്പോൾ, ആ നെഗറ്റീവ് വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കാതെ പോസിറ്റീവായിട്ട് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായിത്തീരുമെന്നുള്ളത് യാതൊരു
സംശയമില്ലേ? വേദപുസ്തകത്തിൽ ഒരു സാറ കടന്നു വരുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എബ്രായ ലേഖനത്തിൽ കടന്നു വരുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ അത് സംഭവിച്ചു. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാമെന്നല്ല സ്വർഗ്ഗത്തിലെ ദൈവം ആ സാറയോട് പറഞ്ഞത്. സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്താ അത് വെളിപ്പെടുത്തുന്ന അറിയാമോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു അർത്ഥമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയങ്ങൾക്കും അവൻ മതിയായവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾക്കും അവൻ മതിയായവനാണ്. ഏതെല്ലാം ആവശ്യങ്ങൾക്കുണ്ട് അതിനവൻ ശക്തനാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. യഹോവയാൽ കഴിയാത്ത ഒന്നുമില്ല. നമ്മുടെ മുൻപിൽ കാണുന്നതായിരിക്കുന്ന അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ, ജീവനില്ലാത്ത കാര്യങ്ങളെ വരെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ജീവനില്ലാത്ത അവസ്ഥകൾ മേലോ ജീവൻ വെളിപ്പെടേണ്ടത് ആവശ്യമാണോ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടോ, കർത്താവിന്റെ പരിശുദ്ധ മുഖത്തേക്ക് ഇന്ന് രാത്രി എല്ലാവരും കണ്ണുകൾ തിരിച്ചാട്ടോ.